ഡോക്ടർ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോറിയാസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ അവർക്കുള്ള ഉം, കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ്സിനെ പറ്റി പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയാ? ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലൊക്കെ വരുമ്പം. ഉം, ഇപ്പം പക്ഷേ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫിനാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഉം, ആ വ്യക്തി ഇപ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ഏരിയാസ് ആകുമ്പോൾ അവർ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഉം, ഇപ്പോൾ അത് ക്രീംസ് തേച്ചാലും കുറയില്ല. ഉം, അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ തലയിൽ നഖത്തിലൊക്കെ വരാം, ഉം, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഏരിയാസിൽ വരുന്ന കണ്ടീഷൻസ്, ഉം, സോറിയാസിസ് ജനറലൈസ്ഡ് ആയിട്ട് ബോഡിയിൽ മുഴുവൻ വരും. ഉം, അങ്ങനത്തെ പേഷ്യൻസിന് ക്രീംസ് മാത്രം ഇഫക്റ്റീവ് ആവില്ല. ഉം, അവിടെയാണ് ഈ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഗുഡ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ കണ്ടിട്ട് ആ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങാവുന്നതാണ്. ഇപ്പൊ നമ്മളെ എല്ലാവരും ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ പറയുന്ന കേൾക്കാറില്ലേ, അതായത് കുറേയധികം ക്രീമുകളും പ്രൊഡക്ട്സും മാത്രം നമ്മളുടെ ഫേസിൽ യൂസ് ചെയ്താൽ നമ്മളുടെ സ്കിൻ ക്ലിയർ ആവണമെന്നില്ല. അതിന് നമ്മളുടെ ഗട്ട് ഹെൽത്തും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഗട്ടും സ്കിന്നും എത്രമാത്രം കണക്റ്റഡ് ആണ്, എത്രമാത്രം കോറിലേറ്റഡ് ആണെന്നാണ് പറയുക? യെസ്, കോ റിലേറ്റഡ് ആണ്. അതായത് ഗട്ടിൽ ഗുഡ് ബാക്ടീരിയ ഉണ്ട്. ഉം, ആ ബാക്ടീരിയ വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ചെയ്യാനായിട്ട്. ഉം, അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പെസ്റ്റിസൈഡ്സ്, എൻവയറമെൻ്റൽ പൊല്യൂട്ടൻസ്, സീനോ ഈസ്ട്രോജൻസ്, ഉം, അതായത് ഈ പോൾട്രിയിലൊക്കെ ഉള്ള ഈ ഹോർമോൺ കുത്തിവെച്ച പോൾട്രി ഇതൊക്കെ ഉണ്ടല്ലോ, ഉം, അതേപോലെ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇല്ലാതെ നമ്മൾ ഭക്ഷണത്തിൽ ഒന്നും ഉണ്ടാവുകയില്ലല്ലോ. ഉം, ഇതെല്ലാം നമ്മൾ ഈ ബാക്ടീരിയനെ ഡിസ്റ്റർബ് ചെയ്യും. ഉം, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ആവുന്നില്ല. ഉം, അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയിലാണ് ഓടുന്നത്. ഉം, അതായത് വൈറ്റമിൻസും മിനറൽസും ഡെഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഉം, ഉം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉം. സോ എക്സ്പെഷ്യലി ഇപ്പോൾ ഈ ക്രോണിക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഇങ്ങനത്തെ ഒരു ഗട്ട് ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ പ്രൊഡക്ട്സ് മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ഇല്ല, ഇന്റേണൽ ഹെൽത്ത് ഇസ് വെരി ഇതും ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. എക്സ്പെഷ്യലി പിന്നെ വേറൊരു കാര്യം കൂടി പറയണ്ടായിരുന്നു. പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ മറ്റേ ആണുങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഈ ഫാറ്റി ലിവർ ഭയങ്കര കോമൺ ആണ്. നിങ്ങൾ ഡയറ്റും കാര്യങ്ങളും കൊണ്ട് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഫാറ്റി ലിവർ, അപ്പോൾ അവർ എപ്പോഴും ഒരു ഫേഷ്യൽ പിഗ്മെന്റേഷൻ ആയിട്ടാണ് പ്രസന്റ് ആ, ചെയ്യുക. അതെ, അതെ. ഫേസിൽ, ഫോഹെഡിന്റെ സൈഡ്സിലൊക്കെ പിഗ്മെന്റേഷൻ വരും. അപ്പോൾ അവരിങ്ങനെ പല പല ക്ലിനിക്സിൽ പോയി വൈറ്റനിങ് ട്രീറ്റ്മെന്റ്സും വൈറ്റനിങ് ക്രീംസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ ശരിക്കായിട്ട് അസസ് ചെയ്യുമ്പോൾ അത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ അവർ ഇന്റേണൽ ഹെൽത്തും കൂടി മെയിൻറ്റെയിൻ ചെയ്താലേ അവര് പിഗ്മെന്റേഷൻ പ്രോബ്ലം കൺട്രോൾ ആവുള്ളൂ. വെറുതെ സൂപ്പർഫിഷ്യൽ ആയിട്ട് ക്രീംസോ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിചാരിച്ച റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ചില ആൾക്കാർ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, അതായത് ചിലപ്പോൾ താരം പകരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ ഉപയോഗിച്ച ഹെൽമെറ്റ് വേറൊരാൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ, അല്ലെങ്കിൽ താരനുള്ള ഒരാൾ ഉപയോഗിച്ച ചീപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ താരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. താരൻ ആക്ച്വലി പകരുമോ? താരൻ ഒരിക്കലും പകരില്ല. ഇതെപ്പോഴും എന്നോട് പേഷ്യൻസ് വന്ന് പറയുന്ന കാര്യമാണ്. ഹസ്ബൻഡിൻ്റെ പില്ലോ, രണ്ടാളും ഒരേ പില്ലോയിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് താരൻ, അല്ലെങ്കിൽ ചീർപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ടവൽസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഒരിക്കലും താരൻ പകരില്ല. താരൻ എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു ഫംഗസ് കൊണ്ടാണ് വരുന്നത്. അത് നമ്മൾ എല്ലാവരും, ഇപ്പം നിങ്ങളുടെ എൻ്റെ എല്ലാവരുടെ തലയിലും ഈ ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് അഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി ഒരു എബ്നോർമൽ റിയാക്ഷൻ, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമ്പോഴാണ് താരനായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫംഗസ് എല്ലാവരുടെ തലയിലുണ്ട്. അത് ഒരാളിൽ ഒരാളിലേക്ക് പകരുന്നതുകൊണ്ടല്ല ഡാൻഡ്രഫ് വരുന്നത്. സോ താരൻ ഒരിക്കലും പകരില്ല. ഓക്കെ. ഡോക്ടർ, ഇപ്പം ഞാൻ വേറൊരു സ്കിൻ എക്സ്പേർട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ നാച്ചുറൽ മെത്തേഡായിട്ടേ ചില ആൾക്കാർ ഇപ്പോൾ ക്ലെൻസിങ് ഏജൻ്റായിട്ട് പയറുപൊടിയൊക്കെ യൂസ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ പയറുപൊടി യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിൻ സ്ക്രാച്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? പയർ പൊടി അത്ര റഫായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നും അല്ലല്ലോ. അത് പയർ പൊടി ഉപയോഗിച്ചത് കൊണ്ട് സ്കിന്നിൽ സ്ക്രാച്ച് വീഴുന്നൊന്നും ഞാൻ പറയില്ല എന്തായാലും. അത് ശരിയല്ല. ഇപ്പൊ പയർ പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്കിന്നൊന്ന് ക്ലെൻസ് ആവും. പക്ഷെ പയർ പൊടി യൂസ് ചെയ്തിട്ട് അത് സ്ക്രബ് ചെയ്തുകൊണ്ട് സ്കിന്നിൽ സ്ക്രാച്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ പയർ പൊടിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല. പയർ പൊടി യൂസ് ചെയ്തുകൊണ്ട് ക്ലെൻസിങ് അത്ര ഇപ്പോൾ ഒരു നോർമൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതിനേക്കാളും
ഒരു പയറുപൊടിയിൽ അത്രയും ക്ലെൻസ് ആവില്ല. ഉം. അപ്പോൾ ഒരു ഗുഡ് ക്ലെൻസർ ആണ് എപ്പോഴും നല്ലത്. പക്ഷെ പയറുപൊടി കൊണ്ട് സ്കിന്നിൽ സ്ക്രാച്ച് വീഴും എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ 16 വർഷം ദുബായ് പോലുള്ള ഒരു വലിയ നഗരത്തിലെ അവർ ഈ പറയുന്ന പോലെ അവരുടെ സൗന്ദര്യത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് ഇപ്പോൾ നാട്ടിൽ ഇവിടെ കോഴിക്കോട് എത്തിയിട്ട് ഇവിടെ ഒരു സ്കിൻ ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ദുബായിലെയും ഇവിടത്തെയും കേരളത്തിലെയും ഒരു കേസസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ആസ് എ ഡോക്ടർ, ആസ് എ സ്കിൻ എക്സ്പേർട്ട് തോന്നുന്ന പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ? ഒന്നാമതായി ഞാൻ പറയുന്നത് കൂടുതൽ കോൺഷ്യസ് ആണ് അവർ. സ്കിൻ കെയറിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ധാരണയുണ്ട്. അവിടെ ഒരു അവൈലബിലിറ്റിയും കൂടുതലാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു 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 ഫാർമസിയിൽ പോയപ്പോൾ അവിടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ കുറവാണ്. അവർ മെഡിക്കൽ പ്രോഡക്ട്സ് ആണ് കൂടുതൽ വെക്കുന്നത്. പക്ഷെ ദുബായിൽ പോയാൽ ഏത് ഫാർമസി പോയാലും സ്കിൻ കെയർ ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത് പറയാൻ വേണമെങ്കിൽ നമുക്ക് അവർ കൂടുതൽ കോൺഷ്യസ് ആണ്, അവർ അവൈലബിലിറ്റി കൂടുതലാണ്, അതുണ്ട്. രണ്ടാമത്തെ ഇപ്പം ഞാൻ കൂടുതൽ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുണ്ട് ദുബായിൽ. അപ്പോൾ ദുബായിലെ ലേഡീസിന് ഇങ്ങനെ പൗട്ടി ലിപ്സ് അല്ലെങ്കിൽ വലിയ ചീക്സ് അങ്ങനെയാണ് അവർക്ക് ഇഷ്ടം. ആ ഒരു നമുക്ക് പക്ഷെ അതൊരു അൺനാച്ചുറൽ ലുക്കിലേക്ക് വരും. അവർ അത് ചെയ്യാൻ നിർബന്ധിക്കും. നമുക്ക് കുറച്ചും കൂടി നാച്ചുറൽ ലുക്കാണ് ഇഷ്ടം. അങ്ങനെ ഒരു അൺനാച്ചുറൽ ലുക്ക് വരുമ്പോഴത്തേക്ക് അത് ഭംഗി കുറയുകയാണ് ചെയ്യുക. എപ്പോഴും ആ നാച്ചുറൽ ഇതിനെ നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവുക. ഞാനിപ്പോൾ എൻ്റെ 30കളിലേക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴേ വയസ്സനായി തുടങ്ങി, ചെറിയ ചെറിയ റിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സും കെയറൊക്കെ ഏത് വയസ്സിൽ തുടങ്ങണം? എന്തൊക്കെ ട്രീറ്റ്മെന്റ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? എന്തൊക്കെയാണ് നമ്മൾ പിന്നെ കോംപ്രമൈസ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്? ഇപ്പോൾ യൂഷ്വലി ഞാൻ പറയും, ഇപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിലിൽ ഒരു 10 years ഗ്യാപ്പ് ഉണ്ട്. ഒരു 30 year old ഫീമെയിൽ ചേഞ്ചസ് വരുന്നത് ഒരു മെയിലാകുമ്പോൾ ഒരു 10 years, ഒരു 40 years, ഏർലി 40s അത് തുടങ്ങുള്ളൂ. അങ്ങനെ ഒരു ഡിഫറൻസ് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുണ്ട്. ഇനി സ്കിൻ കെയർ പ്രോഡക്ട്സിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അതിൽ സൺസ്ക്രീൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇനി നമ്മൾ മലയാളികളിൽ റിങ്കിൾസ് അധികം വരില്ല. ഇപ്പൊ യൂറോപ്യൻ സ്കിന്നിൽ അവരുടെ സ്കിന്ന് തിന്നായതുകൊണ്ട് അവർക്കാണ് റിങ്കിൾസ് കൂടുതൽ വരുന്നത്. നമ്മളിങ്ങനെ ആ റിങ്കിൾസ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് റെറ്റിനോളും അത് അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് ഏർലി ഏജിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡൾനെസ് ആണ് വരുന്നത്. ഒരു ലാക്ക് ഓഫ് ഗ്ലോ, ഒരു ഡൾ സ്കിൻ ആവും, കണ്ണിന്റെ അടിയിൽ ഇച്ചിരി കറുപ്പ് വരും. അപ്പൊ ഒരു ഡൾനെസ്, അപ്പൊ അതായത് ഒരു ഡെഡ് സ്കിൻ അക്യൂമുലേഷൻ. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഓരോ 28 സ്കിൻ സെൽസ് 28 ഡേയ്സിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, പുതിയ സെൽസ് വന്നുകൊണ്ടേയിരിക്കും. ഏജ്ഡ് ആകുമ്പോഴത്തേക്ക് അതൊന്നും ഇങ്ങനെ സ്ലോ ഡൗൺ ആവും. അപ്പോൾ ആ ഡെഡ് സ്കിൻ അക്യുമുലേഷൻ വരുമ്പോഴാണ് ഒരു ഡൾനെസ് വരുന്നത്. അപ്പോൾ ആ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്, അപ്പോൾ ഒരു സിമ്പിൾ ഹൈഡ്രോഫേഷ്യൽ, മറ്റേ മൈക്രോഡെർമബ്രേഷൻ, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ തുടങ്ങാം. ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു മൈക്രോഡെർമബ്രേഷൻ, ഹൈഡ്രോഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ഡെഡ് സ്കിൻ റിമൂവും ചെയ്യും. അപ്പോൾ ആന്റി ഏജിങ് ക്രീംസ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ അത് ബെറ്റർ അബ്സോർപ്ഷനും നടക്കും. സോ യു ക്യാൻ ഡു.